നല്ലൊരു ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കൺസോൾ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റൈഡ് കണക്ട് എന്നുള്ളത് റൈഡ് കണക്ട് ടെക്നോളജി. ഇത് ഒരു ആംബിയൻ ലൈറ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾസോ ലുക്കിംഗ് ഗുഡ്. 4 സ്ട്രോക്ക് എഞ്ചിനാണ്, സിംഗിൾ സിലിണ്ടർ, എയർ കൂൾഡ്, ഫ്രണ്ട് ഓപ്പറേറ്റഡ് ആണ്. ഇത് കീയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ലിഡും കാര്യങ്ങളൊക്കെ അവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. റിയറും അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. 24.4 ലിറ്ററാണ് സീറ്റിൻ്റെ അണ്ടറിലുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, OBD2 ആണ്. 10.2 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്. യെസ്, നമ്മൾ 60 ക്രോസ് ചെയ്തു. ബെറ്റർ ഹാൻഡ്ലിംഗ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് സ്കൂട്ടേഴ്സ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി 110cc ഉണ്ട്, 125cc ഒക്കെ വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ഓവർ ദ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മളെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മൈലേജും കാര്യങ്ങളും അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദ 125cc. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു വാഹനമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ദ ഓൾ ന്യൂ സുസുക്കി ആക്സസ് 125. വെൽക്കം ടു ഓട്ടോമോട്ടീവ്. ലാണ് ഈ ഒരു ആക്സസ് 125 മാർക്കറ്റിലേക്ക് വരുന്നത്. ഇനീഷ്യലി ഉണ്ടായിരുന്ന 110cc ആയിരുന്നു. അതിന് ശേഷം പിന്നെ 125cc ഒക്കെ വന്നു. അതുപോലെ തന്നെ ഒരുപാട് ജനറേഷൻ മാറി. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ദ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് മോഡലാണ്. 2025 ഇറങ്ങിയ ദ ന്യൂ ആക്സസ് 125. ദ ഓവറോൾ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു കോമ്പാക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു വാഹനം. നമുക്ക് നോക്കാം, ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് നോക്കുകയാണെങ്കിലും ഒരു ക്രോം ഫിനിഷോട് കൂടിയാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഒക്കെ വന്നിരുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് DRLൻ്റെ യൂണിറ്റ്, ഒരു യു ഡിസൈനിലാണ് ഈ ഒരു DRL പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഡിസൈൻ കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ യൂണിറ്റ്, അതും ഒരു കുറച്ചും കൂടി ഒരു കോമ്പാക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഹസാർഡ് അവൈലബിൾ ആണ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത് മെറ്റൽ പാർട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത് മെറ്റൽ പാർട്ടാണ്. ഇത് വന്നിരിക്കുന്നത് ഫൈബറാണ്. സോ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ ഒരു പുതിയൊരു 125cc വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ റിഫ്ലക്റ്റേഴ്സ്. ഇതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്, സൈഡിൽ റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാം ഒരു അലൂമിനിയം ഫിനിഷോട് കൂടിയ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് SEP സുസുക്കി എക്കോ പെർഫോമൻസ്, ആ ഒരു ഇതിലാണ് നമ്മളെ സുസുക്കിയുടെ ഒട്ടുമിക്ക വാഹനങ്ങളൊക്കെ വരുന്നത്. ആക്സസിൻ്റെ പുതിയ ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം നല്ലൊരു ലാർജ് ഗ്രാബ് റെയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് ഈ ഗ്രാബ് റെയിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാം ടെയിൽ ലാമ്പ് LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനും ഒക്കെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, റിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആയാലും. ഏറ്റവും താഴെ നമുക്ക് കാണാം മഡ് ഗാർഡ്, നല്ല ലാർജ് ഒരു മഡ് ഗാർഡ് തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെളിയും കാര്യങ്ങളൊന്നും തെറിക്കില്ല. സൈലൻസർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ ഇവിടെ ഒരു ക്രോം ഫിനിഷോട് കൂടിയ ഒരു നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ആ ഒരു സൈലൻസറൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആക്സസിലുണ്ടായിരുന്ന റിയറിലായിരുന്നു ഫ്യൂൽ ലിഡിൻ്റെ ഓപ്പണിംഗ് ആണ്. ഇവിടെ കാണുന്നില്ല, പക്ഷേ നമുക്ക് ഫ്രണ്ട് ഓപ്പറേറ്റഡ് ആണ്. ഇത് കീയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ലിഡും കാര്യങ്ങളൊക്കെ അവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ വന്നിരിക്കുന്നത്. 5.3 ലിറ്റേഴ്സാണ് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. സോ അത് കുറച്ചും കൂടി ഉള്ളിലാക്കിയതുകൊണ്ട് തന്നെ ഡിസൈൻ വൈസും കുറച്ചും കൂടി അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ഒതുങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഉള്ളിൽ പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഡിസൈൻ അത്യാവശ്യം കാണാൻ നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മിറേഴ്സ് ആണെങ്കിലും ഒരു ക്രോം ഫിനിഷോട് കൂടി ഒരു റൗണ്ട് മിറേഴ്സാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഒതുങ്ങിയൊരു ഡിസൈൻ, അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു കോമ്പാക്റ്റ് ഒക്കെ ആയിട്ട് വന്നൊരു ഡിസൈനിലേക്കാണ് ഈ ഒരു ആക്സസ് 125 വന്നിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരാം. നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കൺസോൾ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൺസോളാണ്. നമുക്കിത് കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഫുള്ളി ഡിജിറ്റൽ വാട്ടർ റെസിസ്റ്റൻറ്റ് കൺസോളാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സും ന്യൂലി ഒരുപാട് ആഡ് ഓൺ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാട്ട് കൂടുതൽ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പുതിയ സുസുക്കിയിൽ.
പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ എഞ്ചിൻ ടെമ്പറേച്ചർ, ഫ്യൂൽ എഫിഷ്യൻസി, മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ കാണാം റൈഡ് കണക്റ്റ് എന്നുള്ളത്. റൈഡ് കണക്റ്റ് ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫീച്ചറും നമുക്ക് ഈ ഒരു കൺസോളിൽ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് കാണാം കിലോമീറ്റേഴ്സ് ഓടിയത്, അതുപോലെ തന്നെ മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാം. അല്ലേ, ഒരുപാട് ഇൻഫോർമേഷൻസ് ഉള്ള നല്ല ക്ലിയർ ആണ് കേട്ടോ. സൺലൈറ്റിൽ പോലും അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ നമുക്ക് ഫോണിൽ വരുന്ന ഒരുപാട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്കും വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് തന്നെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇഗ്നീഷ്യം സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹസാർഡ് ഇവിടെ അവൈലബിൾ ആണ്. ഹസാർഡിൻ്റെ ഒരു ഫീച്ചർ നമുക്ക് പുതിയ ആക്സസ് 125 അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു റൈറ്റ് സൈഡിൽ വരുന്നതെങ്കിൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം പാസ് സ്വിച്ച് കാണാം. പാസ് സ്വിച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ലെഫ്റ്റിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം പാർക്ക് ബ്രേക്കിൻ്റെ ഒരു ഓപ്ഷനും കൂടി നമ്മൾ ഈ ഒരു പുതിയ ആക്സസ് 125 പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കീ വന്നിരിക്കുന്നത്, പുതിയ ആക്സസിൻ്റെ കീ. ഇതിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ലോക്ക് ഓപ്പറേറ്റഡ് ഫ്യൂൽ ലിഡ് ആണ്. ഈ റൈറ്റിലേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂൽ ലിഡ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സീറ്റിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം ഒരു ഫ്രണ്ട് പോക്കറ്റ് സ്റ്റോറേജ്, ഡ്യുവൽ ഫ്രണ്ട് പോക്കറ്റ് സ്റ്റോറേജ് ആണ്. രണ്ട് സൈഡിലും അവൈലബിൾ ആണ്. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ഫോണ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് കീപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചിലപ്പം പറ്റില്ല. അപ്പോൾ ഒരു സിംഗിൾ പോക്കറ്റ് ആകുമ്പോൾ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ പോക്കറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം പലപ്പോഴും നമ്മൾ ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്ത് ചെറിയ ചെറിയ സാധനങ്ങളൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാവുന്നൊരു ഓപ്ഷനാണ് നമ്മൾ എപ്പോഴും നോക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഡ്യുവൽ പോക്കറ്റ് സ്റ്റോറേജ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ഒരു ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. USB ചാർജിങ് സോക്കറ്റാണ്. ടൈപ്പ് A ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് C ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് ഒരു ആംബിയൻ ലൈറ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾസോ ലുക്കിംഗ് ഗുഡ്. പിന്നെ നമുക്കിവിടെ യൂട്ടിലിറ്റി ഹുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് ഒരു ഡ്യുവൽ യൂട്ടിലിറ്റി ഹുക്ക് രണ്ട് സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാർജ് ഏരിയ തന്നെ നമുക്കിവിടെ ഒരു ഫ്ലോർ ബോർഡിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്. നല്ലൊരു ലാർജ് ഏരിയ തന്നെയാണ് ഈ ഒരു ഫ്ലോർ ബോർഡ്. അതിൽ തന്നെ നമുക്ക് ഈ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലാർജ് സീറ്റ് തന്നെ വന്നിട്ടുണ്ട് ആക്സസ് 125. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈവൻ ഇട്ടിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. കുഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. അത് റൈഡർ സൈഡിലായാലും പില്യൻ സൈഡിലായാലും, പില്യൻ സീറ്റ് ആയാൽ പോലും നല്ല കംഫർട്ടബിൾ തന്നെ തരുന്നുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 856 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത്. സീറ്റിൻ്റെ അണ്ടറിലുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്നത് ഏകദേശം 22 ലിറ്റർ ആണെങ്കിൽ ഇപ്പോൾ അതിലേക്കാട്ട് കൂടി ഏകദേശം 24 ലിറ്റർ വരുന്നുണ്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 24.4 ലിറ്ററാണ് സീറ്റിൻ്റെ അണ്ടറിലുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. ഇതാണ് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുക. അത്യാവശ്യം നല്ല സ്റ്റോറേജ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ കുറേ വാർണിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സീറ്റ് ഹുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സീറ്റ് അണ്ടറിൽ 2 സീറ്റ് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ കൊളത്തിട്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അതിന് വേണ്ടിയിട്ടാണ് 2 ഹുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡയഗണോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. OBD2 ആണ്. OBD2 ടെക്നോളജിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഐ തിങ്ക് OBD2B എന്ന് പറയുന്ന ടെക്നോളജിയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സ്റ്റോറേജ് അതുപോലെ തന്നെ സീറ്റിൻ്റെ അണ്ടറിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ടെലിസ്കോപ്പിക് തന്നെയാണ്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ സ്വിംഗ് ആമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്വിംഗ് ആം സസ്പെൻഷനാണ് റിയറിലേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടയേഴ്സിൻ്റെ പ്രൊഫൈൽ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് 12 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഫൈൽ വന്നിരിക്കുന്നത് 90/90 ആണ്. ഇനി റിയറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 10 ഇഞ്ചിൻ്റെ ടയേഴ്സാണ്. അതിൻ്റെ പ്രൊഫൈൽ വന്നിരിക്കുന്നത് 90/100 ആണ്. 90/100 ആണ് റിയറിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്കാണ്. റിയറിലേക്ക് വരുമ്പോൾ ഡ്രമ്മാണ് വന്നത്. റിയറിലും ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു അലൂമിനിയം ഫിനിഷോട് കൂടി തന്നെയാണ്. ഫ്രണ്ടിലും സെയിം അലൂമിനിയം ഫിനിഷ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫുഡ് സ്റ്റെപ്പ്.
പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്തി ഉള്ള വാഹനമാണ്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 1835 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് എങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 690 മില്ലിമീറ്ററാണ്. പക്ഷേ ഈ ഒരു ടോപ്പ് എൻഡിൽ മാത്രമാണ് ഈ ഒരു വിഡ്ത്ത് വരുന്നത്. നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 680 മില്ലിമീറ്റർ ഉണ്ടാവുള്ളൂ. അതായത് ഒരു 10 മില്ലിമീറ്റർ കുറവായിരിക്കും ഇതിൻ്റെ വിഡ്ത്ത് ഉണ്ടാവുക. ഹൈറ്റ് എല്ലാം സെയിം തന്നെയാണ്. ഹൈറ്റ് വന്നിരിക്കുന്നത് 1155 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് എങ്കിൽ വീൽ ബേസ് വന്നിരിക്കുന്നത് 1260 ഇതിൻ്റെ വീൽ ബേസ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 160 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് GC കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കേർവ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വരുന്നത് 105 കിലോഗ്രാമാണ് ഇതിൻ്റെ കേർവ് വെയിറ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് എൻഡിൽ. ഇനി സ്റ്റാൻഡേർഡിലേക്ക് നോക്കുകയാണ്, ബേസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 106 കിലോ ആയിരിക്കും. അപ്പോൾ ബേസ് വേരിയൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1 കിലോ ഇതിന് കുറവാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു തരാം. നല്ല സ്മൂത്തായിട്ട്, അത്യാവശ്യം കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നല്ല സൈലൻസറിനൊക്കെ നല്ല സ്മൂത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ നമുക്ക് കാണാം, അത്യാവശ്യം നല്ലൊരു ഡിസൈനിലാണ് ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ മിസ്സിങ് ആയിട്ടെന്ന് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ. അതിലൊന്നാണ് നമുക്ക് ഇഗ്നീഷ്യം സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കൂടാതെ തന്നെ നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുക്കായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്. അതായത് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിർത്തുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നമുക്ക് ഐഡിയലായിട്ട് തന്നെ അത് ഓഫ് ആവും. ഇനി നമുക്ക് ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ ആവുന്നു, എഞ്ചിൻ ഓൺ ആവുന്ന ഒരു കേസ്. അപ്പോൾ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു USB Type A ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം USB Type C ഒക്കെ കൊടുക്കായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺസൊക്കെ ഒരു Type C തന്നെയാണ് വരുന്നത്, ചാർജിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വേറൊരു കേബിൾ കാര്യങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ 1-2 മിസ്സിങ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പുതിയൊരു ആക്സസ് 125. ബാക്കി എല്ലാ രീതിയിലും അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നൊരു വണ്ടിയും കൂടിയാണ്. സോ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ ഒരു കോമ്പാക്റ്റ് ഡിസൈൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു റൈഡിലേക്ക് പോകാം. പുതിയ ആക്സസ് 124ലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള നല്ല സ്മൂത്താണ്. ഈവൻ സസ്പെൻഷനൊക്കെ ആയാലും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 124cc ആണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിനാണ്, സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ വന്നിരിക്കുന്നത് 6.2 കിലോവാട്ട് പവറാണ്, 6500 RPM. ഇനി ഇതിൻ്റെ ടോർക്ക് വരികയാണെങ്കിൽ 10.2 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് അറ്റ് 5000 RPM. അതുപോലെ തന്നെ നമ്മൾ ഫോൺ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. മെസ്സേജും കോളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ജസ്റ്റ് ഇതിൽ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ആക്സസ് 125 മെയിനായിട്ട് വന്നിട്ടുള്ളത് 3 വേരിയൻസിലാണ്. ബേസ് വേരിയൻ്റ് ആയ സ്റ്റാൻഡേർഡ് എഡിഷൻ എന്ന് പറഞ്ഞൊരു ബേസ് വേരിയൻ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മിഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ എഡിഷൻ മിഡ് വേരിയൻ്റ് അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് വന്നിരിക്കുന്നത്. റൈഡ് കണക്ട് എഡിഷൻ എന്നാണ് ഈ ഒരു ടോപ്പ് എൻഡിൻ്റെ പേര്. അങ്ങനെ മൊത്തത്തിൽ 3 വേരിയൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. കളേഴ്സിലേക്ക് വരാം. കളേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ 3 കളേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലൂ. ഇങ്ങനെ 3 കളേഴ്സ് നമുക്ക് എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. മിഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കളർ വരും, അതാണ് ഗ്രീൻ കളർ വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ആ 4 കളർ കൂടാതെ ഒരു കളറും കൂടി വരും, അതാണ് BJ കളർ. അങ്ങനെ മൊത്തത്തിൽ ആക്സസ് 125 നമുക്ക് 5 കളേഴ്സ് അവൈലബിൾ ആണ് ബേസ്ഡ് ഓൺ ദ വേരിയൻസ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ 0 to 60 ഒന്ന് ടെസ്റ്റ് ചെയ്യാം. യെസ്, നമ്മൾ 60 ക്രോസ് ചെയ്തു. ബെറ്റർ ഹാൻഡ്ലിംഗ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സ്റ്റേബിളാണ്. ആ 60 ഒക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരാം. ഈ ഒരു ആക്സസ് 125 3 വേരിയൻസ് ആണെന്ന് പറഞ്ഞു. 3 വേരിയൻസ് ബേസ് വേരിയൻറ്റ് വരുമ്പോൾ ഏകദേശം ഒരു ഓൺ റോഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു 1.11 1,11,000 അല്ലെങ്കിൽ 1,12,000 ഇടയിലാണ് ഈ ഒരു ഓൺ റോഡിലേക്ക് വരുന്നത്. മിഡ് വേരിയൻ്റ് ആകുമ്പോൾ അത് ഏകദേശം ഒരു 1.18 വരും. ഇനി ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 1.22, അതായത് 1,22,000 രൂപയാണ് ഈ ഒരു ടോപ്പ് എൻഡ് ആക്സസ് 125ൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സ്ലൈറ്റ്ലി ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആക്സസ് 125ൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.